എറണാകുളം മൂവാറ്റുപുഴ കടാതിയിൽ തകരാറിലായ ശുദ്ധജല പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പൈപ്പ് ലൈൻ തകർന്നത്. കഴിഞ്ഞ 3 ദിവസമായി ലൈനിലൂടെ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴായതായും പ്രദേശവാസികൾ പറയുന്നു. മൂവാറ്റുപുഴ, കുര്യൻമല, വാളകമടക്കമുള്ള പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ശുദ്ധജല വിതരണ പൈപ്പ് ലൈനാണ് തകർന്നത്. സ്ഥലത്ത് മുന്നറിയിപ്പില്ലാതെ ആരംഭിച്ച കാന നിർമ്മാണം മൂലമാണ് പൈപ്പുകൾക്ക് കേടുപാട് സംഭവിച്ചത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ ഒരു ദിവസം രാവിലെ ആയപ്പോൾ ഇവിടെ കുഴിയാണ് കാണുന്നത്. അപ്പുറത്ത് ഞങ്ങൾക്ക് വെള്ളം ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് വെള്ളം പോലും ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് 3 ദിവസമായി കുടിക്കാൻ വെള്ളമില്ല, പാചകം ചെയ്യാൻ വെള്ളമില്ല. പിള്ളേർക്ക് ബാത്റൂമിൽ പോയി അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണം. ഡെയിലി പഠിക്കാൻ പോണ പിള്ളേർ അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണ്ടേ, ബാത്റൂമിൽ പോകണ്ടേ. ഞങ്ങൾക്ക് പാചകം ചെയ്ത് വെള്ളം വേണ്ടേ കുടിക്കാൻ. ഇത് അങ്ങോട്ട് വെക്കാം. ഞങ്ങൾ 3 ദിവസമായി ഞങ്ങൾക്ക് വെള്ളമില്ല. ഇവിടെ എന്നാ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾ ഇവിടെ പ്രതിരോധിക്കാനുള്ള പരിപാടി തന്നെയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാന നിർമ്മാണം. പൈപ്പ് ലൈനുകൾ തകരാൻ കാരണം നിർമ്മാണ കമ്പനിയുടെ അശ്രദ്ധയാണെന്നും നഗരസഭ കൗൺസിലർ അമൽ ബാബു പറയുന്നു. ഹോട്ടലുകളടക്കം പലയിടങ്ങളിലും ചെറിയ ചെറിയ കടകളടക്കം പലയിടങ്ങളിലും അടഞ്ഞിടക്കാറ് വെള്ളമില്ലാത്ത കാരണം അവരോട് പറഞ്ഞു, നിങ്ങൾ പൈപ്പ് നന്നാക്കിയിട്ട് നിങ്ങൾ റോഡ് പണി ഇറക്കാം. അവർക്ക് ഇന്ന അടിയിൽ കുഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നന്നാക്കാൻ ഞങ്ങളുടെ വേറെ ആളെ നന്നാക്കണേ, നൈറ്റിൽ വേറെ ആളെ വർക്ക് ചെയ്യണേ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പൈപ്പ് ലൈൻ തകരാറിലായതോടെ അനിയന്ത്രിതമായ രീതിയിൽ കുടിവെള്ളം നഷ്ടപ്പെടുകയാണ്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.